സംഗീതവും ആയോധനകലയും പ്രധാന ആകർഷക ഘടകമാക്കി യുവത്വത്തിന്റെ ചോരത്തിളപ്പിലൂടെ കടന്നുപോകുന്ന ചിത്രമാണ് ചെമ്പട. റെഡ് ആർമി എന്ന മ്യൂസിക് ബാൻഡിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. റെഡ് ആർമി എന്ന മ്യൂസിക് ബാൻഡിന്റെ കഥയായ ചെമ്പട സംഗീതത്തിന്റെ മറവിൽ കൊള്ളയും കൊലപാതകങ്ങളും തൊഴിലാക്കിയ ഒരു സംഘം ചെറുപ്പക്കാരുടെ കഥയാണ്. സംഗീതത്തിന്റെ മറവിൽ മറ്റ് പല ലക്ഷ്യങ്ങളും നടപ്പിലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഗ്രൂപ്പിലെ അംഗങ്ങൾ സാധാരണക്കാരായിരുന്നില്ല. ചുറുചുറുക്കും പ്രസരിപ്പും അതിനപ്പുറം പ്രതികരിക്കാൻ തന്റേടമുള്ളവരുമാണ്. ചിത്രത്തിലെ അഭിനേതാക്കളിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ബാലയാണ് പ്രധാന വേഷത്തിൽ. മനു എന്ന ബാലയുടെ കഥാപാത്രം ഒരു ഗായകന്റേതാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലെത്തിയ മനു റെഡ് ആർമി ഗ്രൂപ്പിൽ ചേർന്നതോടെ മ്യൂസിക് ട്രൂപ്പ് പ്രസിദ്ധമാകുന്നു. സംഗീതത്തെക്കാൾ പ്രധാനമായി നാട്ടിൽ ഒരു ശുദ്ധികലശം നടത്തുക എന്നതാണ് മ്യൂസിക് ട്രൂപ്പിലെ അംഗങ്ങളുടെ ഉദ്ദേശം. അതിനായി അവർ ആയുധമെടുത്തു. റെഡ് ആർമിയിലെ ഗായിക ഭദ്രയുടെ വേഷമാണ് ചിത്രത്തിൽ ശ്രീദേവികയ്ക്ക്. മനുവിന് ആശ്രയമാകുന്നതും ഈ കഥാപാത്രമാണ്. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ യമുനതൻ തീരങ്ങളിൽ, എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ. ദൂരക്കാർ മേഘക്കീഴിൽ വേലി നീർത്തുന്ന കാറ്റിൽ ഒരു മാറിവിൽ പൂവായി വിരിയും. ദൂരക്കാർ മേഘക്കീഴിൽ വേലി നീർത്തുന്ന കാറ്റിൽ ഒരു മാറിവിൽ പൂവായി വിരിയും. നീലനീലാമഴയിൽ ഈ ഷാജഹാൻ നീ മൂളുന്ന രാഗത്തിൽ ഞാനൊഴുകും, കഥയറിയാതെ പാടുന്ന ഗന്ധർവനാകും. 7 ഗാനമുള്ള ചിത്രത്തിൽ ഗായിക സ്മിത നിഷാന്ത് സിനിമയുടെ പ്രശസ്തിക്ക് വേണ്ടി പാടി അഭിനയിച്ചിട്ടുണ്ട്.